ഇന്ന് നമുക്കൊരു അടിപൊളി ടിബറ്റൻ റെസ്റ്റോറൻറ്റും അവിടുത്തെ പോർക്ക് ബാംബൂ ഷൂട്ടും ബീഫ് ഷപ്തയും ടിങ്മോയും അങ്ങനെ കുറേ ഐറ്റംസ് പരിചയപ്പെട്ടാലോ. ആക്ച്വലി ഇതെല്ലാം ടിബറ്റൻ ഫുഡാണ്. ഓത്തന്റിക് ടിബറ്റൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത്. ഈ റെസ്റ്റോറൻറ്റ് പേരെന്ന് പറഞ്ഞാൽ ഗാർഡനേഷ്യറിനാണ്. റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കോറമംഗലയിലെ KSB കോളനിയിലാണ്. അതായത് ബോഹോ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പബ്ബിൻ്റെ തൊട്ട് സൈഡിലുള്ള ടോപ്പ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്ന പാടത്തിന് നമ്മൾ ഇവിടുത്തെ മെനു നോക്കി കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു. അതിൽ ഓർഡർ ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്ത് പോർക്ക് ബാംബൂ ഷൂട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ബീഫ് ഷാപ്ത ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ടിങ്മ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്വാൻ ലാഫിംഗ് എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തു. ഇതിനെല്ലാം ചിക്കനും ബീഫും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സ്വാൻ ലാഫിംഗ് ചിക്കനും അതേപോലെ തന്നെ ഷപ്ത ബീഫുമാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ബൗസി എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഓർഡർ ചെയ്ത്. ബൗസി നമ്മൾ ബീഫാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ബ്ലൂ ഹവായ് എന്ന് പറഞ്ഞൊരു സിഗ്നേച്ചർ ഡ്രിങ്ക് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് മുഴുവനത്ത് കാണാമെന്ന് കരുതി. റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്യോർലി ഒരു ടിബറ്റൻ സ്റ്റൈലാണ് ഈ റെസ്റ്റോറൻറ്റ് പണിതിരിക്കുന്നത്. പിന്നെ ഇവിടെ സെർവ് ചെയ്യാനിരിക്കുന്നവരെല്ലാം ടിബറ്റൻസ് ആണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് സൈഡിലുള്ള വാൾ പെയിൻറ്റിങ്സും കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടിബറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ഈ ഒരു ടുഡേ സ്പെഷ്യലിലേക്ക് നോക്കി. ടുഡേ സ്പെഷ്യലിലും എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളതും ഇവരുടെ വെറൈറ്റി ഡിഷസ് എന്തൊക്കെയാണെന്നെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാരണം വെച്ചാൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇവരുടെ ഈ ഒരു ബാൽക്കണി നേരെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബോഹോ എന്ന് പറഞ്ഞ പബ്ബ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ശരിക്കും അലങ്കരിച്ച് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ആയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ രാത്രി സമയങ്ങളിൽ പോകുന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ദലൈലാമയുടെ ഫോട്ടോ ഇവിടെ കാണാം. ഇന്ത്യയുടെയും ടിബറ്റിൻ്റെയും ഫ്ലാഗ് എല്ലാം ഇവിടെ കാണാം. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ലീൻ ചെയ്യുന്ന ഈ ഒരു പില്ലോസ് പോലും ടിബറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്ലൂ ഹവ എന്ന് പറഞ്ഞൊരു ഡ്രിങ്ക് കൊണ്ടുവന്നു. ഇത് ആക്ച്വലി ഒരു കോക്ടെയിൽ അല്ല, ഇതൊരു മോക്ടെയിലാണ്. അതായത് ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ്. ഇത് കുടിച്ചപ്പോൾ ശരിക്കും ഒന്ന് റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിനിടയ്ക്ക് ഇവരുടെ മറ്റ് ഫുഡ് ഐറ്റംസ് എല്ലാം ഓരോന്നായിട്ട് വന്നു. ആദ്യം തന്നെ വന്ന് പോർക്ക് ബാംബൂ ഷൂട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ ബൗസി വന്നു. ബൗസി നമ്മൾ ബീഫ് ഐറ്റം ആണ് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്വാൻ ലാഫിംഗ് കൂടെ വന്നു. ഇത് ബൗസിയാണ്. ഇത് ചിക്കൻ സ്വാൻ ലാഫിംഗ് ആണ്. അതേപോലെ തന്നെ ഇത് പോർക്ക് ബാംബൂ ഷൂട്ടാണിത്. ഇത്രയും ഐറ്റംസ് എല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ ശരിക്കും അത് മനസ്സിൽ വല്ലാത്തൊരു കുളിർമ വന്നി. ആദ്യം തന്നെ നമ്മൾ ബൗസി എടുത്തു. ബൗസി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റീംഡ് ബ്രെഡാണ്. ഇത് ആക്ച്വലി ഒരു ചൈനീസ് ഐറ്റമാണ്, തായ് ഐറ്റം അല്ല ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ചിക്കൻ അല്ലെങ്കിൽ ബീഫാണ് യൂഷ്വലി ഫില്ല് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റ് ചെയ്യുന്നു. ബീഫിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ഐറ്റംസിൽ സ്പെഷ്യലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബീഫ് ഐറ്റംസ് ആണ്. ഇതിൻ്റെ കൂടെ അവർ സോസ് തന്നിട്ടുണ്ട്. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു സോസാണ് നമുക്ക് കിട്ടിയത്. അത് ആക്ച്വലി കഴിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ എരിഞ്ഞു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഒന്നാമത് ഭയങ്കര ചൂടും കൂടെ. അപ്പോൾ ഇത്ര എരിവും കൂടെ കഴിഞ്ഞാൽ നന്നായി വേർക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പോർക്ക് ബാംബൂ ഷൂട്ടാണ്. പോർക്ക് ബാംബൂ ഷൂട്ട് ആക്ച്വലി അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് ഈ ഒരു പീസുകളാണ്. അടിപൊളി ഒരു ഗ്രേവിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ബീഫ് ഷാപ്തയാണ്. ബീഫ് ഷാപ്ത എന്ന് പറഞ്ഞാൽ തായ് ഫുഡ് ഐറ്റംസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ഡിഷസ് ആണ്. അപ്പോൾ ഈ ബീഫ് ഷാപ്ത എന്ന് പറയുന്നത് ആക്ച്വലി ട്രഡീഷണലി ഫ്രൈഡ് മീറ്റ് ആണ്. മീറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, യാക്കിൻ്റെ മീറ്റാണ് ട്രഡീഷണലായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് യാക്ക് എന്തായാലും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ബീഫാണ് ഓർഡർ ചെയ്തത്. ബീഫ് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഗ്രേവി ടൈപ്പാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ടിങ്മോയാണ് ഇതിനൊരു കോമ്പിനേഷൻ. ടിങ്മോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റീംഡ് ബ്രെഡാണ്. ഇതിനിടയ്ക്കായിട്ട് നമുക്ക് സ്വാൻ ലാഫിംഗ്, അതായത് ചിക്കൻ്റെ സ്വാൻ ലാഫിംഗ് കൂടെ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് വണ്ടർ അടിച്ച് പോയി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കഴിച്ചു തുടങ്ങാം. നമ്മുടെ കോൺസെൻട്രേഷൻ ഡയറക്റ്റ്ലി ബാക്ക് ടു ബീഫ് ഷാപ്ത. അപ്പോൾ ഈ ടിങ്മോ കൂട്ടി ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഭയങ്കര സ്പൈസി കൂടി ആയിരുന്നു. ഇതിന് മുമ്പത്തെ പല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ടിബറ്റൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഒരു ബീഫ് ഷാപ്ത ഭയങ്കര സ്പൈസി ആയിട്ട് തോന്നി. പിന്നെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൂ ഹവ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ആദ്യം തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ആദ്യമേ കുടിച്ച് ഏകദേശം കാലിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രഷ് ലൈം സോഡയും കൂടെ ഓർഡർ ചെയ്തു. കാരണം ഇത്രയും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ലൈം സോഡയാണെന്ന് തോന്നി. ഇനി നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് സ്വാൻ ലാഫിംഗ്, അതായത് ചിക്കൻ ആണ്. ഇതിന് ചിക്കനും ബീഫും അവൈലബിൾ ആണ്. ഈ സ്വാൻ ലാഫിംഗ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഗ്രേവി പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നൂഡിൽസ് ഉണ്ട്, പിന്നെ കുറച്ച് കടലയൊക്കെ ഇട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു അടിപൊളി ഫുഡ് തന്നെയാണെന്ന് പറയാം. ഇവർ തന്ന 2 സ്റ്റിക്ക് കൊണ്ട് തന്നെ കഴിക്കൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫോർക്ക് എടുത്ത് കഴിക്കാൻ തോന്നി. പിന്നെ ഈ ഒരു നൂഡിൽസിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നൂഡിൽസ് നമ്മൾ ഈ ഒരു ഫോർക്ക് കൊണ്ട് തന്നെ എത്ര തവണ വലിച്ചെടുക്കാൻ നോക്കിയിട്ടും ഇതിനകത്ത് നിന്ന് ഊരി പോവാണ്. എനിക്ക് തോന്നി ഒന്ന് മര്യാദയ്ക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു തരത്തിൽ നമ്മളത് എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ ഒരു നൂഡിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് നൂഡിൽസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭയങ്കര കളർലെസ് പോലെ ഫീൽ ചെയ്യും.
അപ്പോൾ നമ്മളിത് എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി ബില്ല് വന്നത് 1092 റുപ്പീസാണ്. 3-4 പേരുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രത്തോളം ഫുഡ് ഉണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി നമ്മൾ റേറ്റിംഗ് ആണെങ്കിൽ ഗൂഗിളിൽ ആക്ച്വലി 575 പീപ്പിൾ, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 575ഓളം പേര് 4.8 ആവറേജ് റേറ്റിംഗ് ഇട്ടിട്ടുണ്ട്. ടിബറ്റൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റി ഫുഡാണ്, നല്ല അടിപൊളി ആംബിയൻസും സൂപ്പർ സർവീസും ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരുന്നുണ്ട്. ആ ഒരു വെറൈറ്റീസിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വീഡിയോസ് കാണാൻ ഫോളോസ് ഉണ്ട് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം.